എല്ലാം പോക്ക് തന്നെ. ഇനി ഞങ്ങൾ എവിടെ പോകും? ഈ വീട് പോയാൽ ഞങ്ങൾ പോക്ക് തന്നെ. ആരും അന്വേഷിക്കാനും പിടിക്കാനില്ല സാറേ. രണ്ടുപേർക്കും ജോലിയില്ല. എവിടെ നിന്നെടുത്ത പക്ഷി? നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കടല് വീട് കൊണ്ടുപോയാൽ നമ്മൾ കടലിൽ തന്നെ മരിക്കാൻ വേണ്ടി തയ്യാറെടുത്തില്ല. നമ്മൾ നിൽക്കും. ഞാൻ പ്രായമായ എൻ്റെ ഭർത്താവ് മാത്രമേ ഇവിടെ ഉള്ളൂ. എൻ്റെ ഒരു മോളുടെ വീടാണിത്. ഒരു മോൾ അങ്ങ് മുകളിലാണ് താമസിക്കുന്നത്. ഇനി ഇത് പോയാൽ ഞങ്ങൾക്ക് വേറെ കിടക്കാൻ ഇടയില്ല. ഞങ്ങളെ പ്രായം ചെന്നാൽ ഞങ്ങൾ എവിടെ പോകും? മോളുടെ വീടും പോയി. ഇനി ഞങ്ങളെവിടെ പോകും? ഇത്രയും ഭാഗത്ത് ഒരു അത്രയും കൂടെ കല്ലിട്ടിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ച് വർഷം കൂടെയെങ്കിലും കിടന്നേനായിരുന്നു. ഞങ്ങൾക്കിനി വേറെ ഇടവും ഇല്ല. ആരും ഞങ്ങളെ സഹായിക്കാനും ഇല്ല. ഇത് കുറേ പേര് വന്നു പോകുന്നതല്ലാതെ ശരിയാകും എന്ന് പറയുന്നതല്ലാതെ അവർ ഒന്നും ശരിയാക്കുന്നില്ല. ഞങ്ങളിനി ഈ മക്കൾ മോളുടെ രണ്ട് മക്കളും കേൾവി കുറവുള്ള കാതിന് ഇവിടെ ടെസ്റ്റ് ചെയ്ത മക്കളാണ് രണ്ടുപേരും. ആ രണ്ട് മക്കളും ഇപ്പോൾ എൻ്റെ കൂടെയാണ് കിടക്കുന്നത്. പേടിച്ച് പിടിച്ചാണ് കിടക്കുന്നത് മക്കളെയും കൊണ്ടൊക്കെ. എന്നാൽ ഇതും കൂടെ പോയാൽ ഞങ്ങൾക്ക് ആശ്രയം. ഞങ്ങളിനി കടലിൽ മരിക്കാനേ പറ്റും. പലരുടെയും ഒരു ആയുഷ്കാലത്തിന്റെ കഷ്ടപ്പാടുകളാണ് ഈ തകർന്നു കിടക്കുന്നത്. ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുകൾ ഇനിയെങ്കിലും ഉണ്ടായില്ലെങ്കിൽ ഈ കാണുന്ന വീടുകളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. രതീഷ് വെൺപകലിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.